കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് മൂന്നാം ഘട്ട നിർമ്മാണത്തിനായുള്ള നിർദ്ദിഷ്ട സ്ഥലം ജില്ലാ കളക്ടറും ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയും സന്ദർശിച്ചു. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക യോഗം ചേരണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്നിരുന്നു. ബൈപ്പാസിന്റെ ഫീസിബിലിറ്റി പഠിക്കാൻ വേണ്ടി വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുവാനും 1 മാസത്തിനകം സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹാരം കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS സ്ഥലം സന്ദർശിച്ചത്. ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭാ ചെയർമാൻ കെ നാസർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സാജിദ് മങ്ങാട്ടിൽ, സുലൈമാൻ പാറമ്മൽ, അബ്ദു മങ്ങാടൻ, കൌൺസിലർ നാസർ തയ്യിൽ, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ പ്രീത പ്രതാപൻ, ദേശീയപാത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സനീറ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീലക്ഷ്മി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ വി ജോയ്, കോയാപ്പു തുടങ്ങി പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തുടങ്ങിയ വകുപ്പുകളിലെ വിവിധ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.